ഇത് വിശ്വാസത്തെ തള്ളി പറയാതെ അന്ധവിശ്വാസത്തെ തള്ളി പറയുന്നു. ഭക്തിയെ എതിർക്കുന്നില്ല, കപടഭക്തിയെ എതിർക്കുന്നു, ഭക്തന്മാരെ എതിർക്കുന്നില്ല, കാപട്യമുള്ള ഭക്തന്മാരെ എതിർക്കുന്നു. ഇങ്ങനൊരു വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അല്പം മാറിക്കഴിഞ്ഞാൽ എതിർപ്പ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിഭാഗത്തിൽ നിന്നുമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വിഷയം ആരെയും വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ അതിഗംഭീരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് കൃഷ്ണദാസ് മുരളി എന്ന സംവിധായകൻ്റെ മികവ്. പിന്നെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ തോമസ് തിരുവല്ലയും സൈജു കുറുപ്പും തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഭരതനാട്യം എന്ന ചിത്രം തിയേറ്ററിൽ ഇവർ വിചാരിച്ച അത്ര വിജയമാകാതിരുന്നിട്ടും അതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. OTT-യിൽ ഗംഭീര വിജയമായി. എന്നാൽ പോലും OTT വിജയം കണക്കാക്കി അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ ബിസിനസ് പരമായി ചിന്തിച്ചാൽ ചിലപ്പോൾ അതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് ആലോചിച്ചേക്കാം. പക്ഷേ ആ കോൺഫിഡൻസ് നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഇവർ കൊടുത്തത് കൊണ്ടാണ് കൃഷ്ണദാസ് മുരളിക്ക് ഇത്ര കോൺഫിഡൻസ് ഓടുകൂടി ഈ ചിത്രം അണിയിച്ചൊരുക്കാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം.